അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിലെ പ്രമുഖരായ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടതിൻ്റെ ശേഷം അവരുടെ ഒരു കൂട്ടുകാരൻ ബഹുമാനപ്പെട്ടവരെ സ്വപ്നത്തിൽ കാണുകയാണ്. ബഹുമാനപ്പെട്ടവരെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി അദ്ദേഹത്തിനിക്ക്. കാരണം ബഹുമാനപ്പെട്ടവരുടെ ആ ഖബർ ജീവിതം, ആ ബർസഖിയായ ജീവിതം നല്ല റാഹത്തിലും സന്തോഷത്തിലാണെന്ന് ആ കൂട്ടുകാരനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് ഈ കൂട്ടുകാരൻ ചോദിച്ചു, അല്ല, നിങ്ങൾ രക്ഷപ്പെട്ടു എന്നത് ഉറപ്പാണല്ലോ, എന്തുകൊണ്ട് അള്ളാഹു എന്തിനെയാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ? നിങ്ങൾ ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ട്, ധാരാളം ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്, ധാരാളം ഉപദേശങ്ങൾ മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ ദീനീ പ്രബോധനം നല്ല നിലയ്ക്ക് ചെയ്ത മഹാനാണ് നിങ്ങൾ. അങ്ങനെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്. അങ്ങനെ ഏത് അമലിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് ആ കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ ഇങ്ങോട്ട് പറഞ്ഞൊരു മറുപടിയുണ്ട്. വളരെ ശ്രദ്ധയോട് കേൾക്കേണ്ട മറുപടിയാണ്. തിൽക്കൽ ഇശാറാത്തു വഗാബത്തു തിൽക്കൽ ഇബാറാത്തു വഫനിയത്തു തിൽക്കൽ ഉലൂം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, എന്നെക്കുറിച്ച് ആൾക്കാരൊക്കെ ദുനിയാവിൽ വലിയ ആൾക്കാരാണ്, വലിയ ഷെയ്ഖാണ്, വലിയ ഉസ്താദാണൊക്കെ പറഞ്ഞില്ലേ, പക്ഷേ അതൊന്നും ഇവിടെ നടന്നില്ല, ഇവിടെ ഒന്നും വില പിടിച്ചില്ല. അതായത് തൻ്റെ അനുയായികൾ ഞാനൊരു വലിയവനാണെന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ഇവിടെ വിജയിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ല. എല്ലവും എനിക്ക് നഷ്ടപ്പെട്ടു പോയോ എന്ന് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് ഉപകാരത്തിലേക്ക് വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, വമാ നഫഅന ഇല്ലാ റുക്ഇയാത്തിൻ കുന്നാ നർകഉഹാ ഫിസ്സഹർ. അതേ, ചില റക്അത്തുകൾ, ചില നിസ്കാരങ്ങൾ ആരും അറിയാതെ ചെയ്ത രാത്രി സമയത്ത് തഹജ്ജുദിന്റെ സമയത്ത് ഞാൻ ചെയ്ത ചില ഇബാദത്തുകളാണ് എനിക്ക് ഏറെ ഇവിടെ ഉപകാരത്തിൽ വന്നിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ടവർ തൻ്റെ കൂട്ടുകാരനോട് പറയാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയെല്ലാം ഇബാദത്തുകളും ഇത്രയെല്ലാം ആൾക്കാർ പ്രശംസിക്കപ്പെടുന്ന എത്രയോ നന്മകൾ ഉണ്ടായിട്ടും അതൊക്കെയും ആൾക്കാർ പറഞ്ഞു എന്നല്ലാതെ അതിനൊന്നും ഉപകാരം കിട്ടിയില്ല എന്നല്ല, പക്ഷേ ആൾക്കാർ പറഞ്ഞതുകൊണ്ടൊന്നും റബ്ബെന്നെ സ്വീകരിച്ചില്ല. ആൾക്കാർ ഞാനൊരു വലിയ ഷെയ്ഖാണെന്ന് ആദരിച്ചത് കൊണ്ടൊന്നും എനിക്കിവിടെ ആദരവ് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടുള്ളത് ആരുമില്ലാത്ത, ആരും അറിയാത്ത കുറേ ഇബാദത്തുകൾ ഞാൻ രാത്രി സമയത്ത് ചെയ്തിരുന്നു, അതാണ് എനിക്കിവിടെ ഉപകാരത്തിൽ വന്നിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. അവരുടെ ജീവിതത്തിൽ രാത്രിയും പകലും എല്ലാ നിമിഷവും അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് തന്നെയാണ്, എല്ലവും അള്ളാഹു ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. പക്ഷേ നമ്മളെ ജീവിതം എടുത്തു നോക്കിയാൽ അങ്ങനൊന്നുമില്ല. പക്ഷേ ഉള്ളതൊക്കെയോ ആൾക്കാർ എന്നെക്കുറിച്ച് നല്ലത് പറയണമെന്ന് പറയാൻ തക്ക രീതിയിലാണ് പലതും നാം ചെയ്തിട്ടുള്ളത്. അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് നമ്മൾ റബ്ബിനെ മുമ്പിൽ വിജയിക്കാൻ എന്ത് അർഹത നമുക്കുണ്ട്? അതേ പരിഹാരം ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ ആരും അറിയാത്ത കുറേ നിസ്കാരങ്ങൾ രാത്രി സമയത്ത് തഹജ്ജുദിന്റെ സമയത്ത് നമുക്കുണ്ടാകണം. അതുണ്ടായാൽ തീർച്ചയായും റബ്ബിൻ്റെ അടുക്കൽ വിജയിക്കാൻ കഴിയും എന്ന വലിയൊരു സൂചനയാണ്, വലിയൊരു ഉപദേശമാണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മുതലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ തഹജ്ജുദിന്റെ നിസ്കാരം ഒരു 2 റക്അത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കാൻ നോക്കണം. അത് നഷ്ടപ്പെടുത്തരുത്. അത് ചെറുതല്ല, വേറൊന്നും നമുക്ക് ഉപകാരത്തിൽ വന്നിട്ടില്ലെങ്കിലും ഇതെങ്കിലും നാളെ ആഖിറത്തിൽ ഉപകാരത്തിന് വരും. അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് റബ്ബേ എനിക്ക് പൊരുത്തപ്പെടണം, റബ്ബേ എനിക്ക് സ്വർഗം നൽകണം, റബ്ബേ എൻ്റെ ഈമാനോട് കൂടി മരിപ്പിക്കണമെന്ന് റബ്ബിനോട് ചോദിക്കുന്നതിന് എന്ത് അർഹതയാണ്, എന്ത് ഇബാദത്ത് വെച്ചിട്ടാണ്
ഒന്നുമില്ലല്ലോ, ഇത്തരെങ്കിലും ഒന്ന് വേണ്ടേ? അതിനുവേണ്ടി നാം തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.